ബിസിനസ് ഐഡിയനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് നാപ്കിൻ എസ്റ്റിമേഷൻ എന്നുള്ളത്. ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേ ഐഡിയൻ്റെ പുറകൊക്കെ പോകണം മുന്നേ ജസ്റ്റ് ഒരു നാപ്കിൻ എടുക്കുക, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പെൻ എടുത്തിട്ട് ഒരു കോളം വരക്കുന്നു. ഒരു ഭാഗത്ത് കറക്റ്റ് അതിൻ്റെ എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മറ്റേ ഭാഗത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ബേസിക് ഫീസിബിലിറ്റി സ്റ്റഡി, ഇത് വർക്കിംഗ് ആവുമോ, പ്രോഫിറ്റബിൾ ആവുമോ, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആവാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 90% ബിസിനസ് ഐഡിയാസും അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇതുപോലും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ് പ്ലാൻ്റെ പുറകെ കുറേ സഞ്ചരിച്ച് നഷ്ടമായിട്ട് തിരിച്ചു പോകും. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു സിമ്പിൾ സ്ട്രാറ്റജി വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കിയാൽ നല്ലതാണ്. അതായത് കസ്റ്റമർ ജേണി മാപ്പിംഗ്. നമ്മളെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് കസ്റ്റമർ വന്ന് നമ്മളുടെ ഉള്ളിൽ ചുറ്റിപ്പറ്റി നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങി തിരിച്ചു പോകുന്ന ആ ഒരു ജേണിനെ ഇത്തരത്തിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കാം. എന്നിട്ട് നമ്മളെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിക്കൊണ്ട് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുക. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് പുതിയ ആൾക്കാരെ അതിലേക്ക് എത്തിക്കാൻ പറ്റുക. അല്ലാതെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ചപ്പാത്തി കമ്പനി തുടങ്ങി, എന്നാൽ ഞാനും ചപ്പാത്തി കമ്പനി തുടങ്ങാം എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു വളർച്ചയിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ നമുക്ക് പ്രതിസന്ധി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒരു നാപ്കിൻ എസ്റ്റിമേഷനും അതേപോലെ തന്നെ കസ്റ്റമർ ജേണി മാപ്പിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നിങ്ങളുടെ ഐഡിയനെ നമുക്ക് വാലിഡേറ്റ് ചെയ്ത് ഒരു ഉറപ്പോടെ തുടങ്ങാൻ പറ്റും.